ജീവിതത്തിൽ വായനാശീലം വളർത്തിയെടുക്കുക കേട്ടോ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ചെറുപ്പത്തിൽ തന്നെ വായനാശീലം എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക. ദിവസവും ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക. ദിവസവും എന്ത് ചെയ്യണം, ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കണമെന്നാണ്. ഒരു ന്യൂസ് പേപ്പറെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നത്? നമ്മൾ ലോകത്തെക്കുറിച്ചറിയണം, സമൂഹത്തെക്കുറിച്ചറിയണം, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ആണെന്നെങ്കിൽ അവർ ഈ കറണ്ട് അഫയേഴ്സുകളൊക്കെ ലഭിക്കുന്ന എവിടുന്നാണ്, ആ ന്യൂസ് പേപ്പറുകളിൽ നിന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വൈഡായ ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ന്യൂസുകളൊക്കെ ആ സെക്കൻഡിൽ ന്യൂസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ തന്നെയും ന്യൂസ് പേപ്പറുകളിലൂടെ വായിച്ച് സ്വായത്തമാക്കുന്ന ഒരറിവ് അത് ജീവിതത്തിൽ വളരെ വലിയൊരു മുതൽക്കൂട്ടാണെന്നാണ്. കാരണം അതുകൊണ്ട് ദിവസം ഒരു ന്യൂസ് പേപ്പറെങ്കിലും നമ്മൾ വായിക്കണമെന്നാണ്. ഇൻ്റർവ്യൂവിനായാലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ കൂടുതലും അവർ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് ഡിഗ്രികളുണ്ട്, നമുക്ക് ഒരു 5-6 ഡിഗ്രികളുണ്ട്, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രികളുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യണം, ആ ന്യൂസ് പേപ്പറുകളൊക്കെ വായിച്ചിരിക്കണമെന്നാണ്. ദിവസം 5 ന്യൂസ് പേപ്പറുകളൊന്നും വായിക്കാൻ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല. 5 ന്യൂസ് പേപ്പർ കേട്ടോ, ദിവസം 5 ന്യൂസ് പേപ്പറുകളൊക്കെ വായിക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം. 5 ന്യൂസ് പേപ്പറൊന്നും വായിക്കാൻ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയാം. നമ്മൾ ദിവസം ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാനും പറയില്ല കേട്ടോ. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒരു 2 മാസം ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുകയും അതിൽ പറയുക, ന്യൂസ് പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുമെന്നാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ 2 മാസം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക, അതിലെ വാക്കുകളുടെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കി മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെൽഫായിട്ട് തന്നെ 2 മാസം കൊണ്ട് ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ എല്ലാം കഴിയുകയുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നതോട് പറയില്ല. നമ്മൾ മലയാളം ന്യൂസ് പേപ്പറെങ്കിലും വായിച്ചിരിക്കണം. ഒരു ദിവസം ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുന്നൊരു ശീലമാക്കുക. അതുപോലെ തന്നെ ഈ മഹാന്മാരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുക. ലൈബ്രറിയിൽ നിന്നൊക്കെ നല്ല നല്ല പുസ്തകങ്ങൾ, മഹാന്മാരുടെ ലേഖനങ്ങളൊക്കെ എടുത്ത് വായിക്കുക. അത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മാനസികമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനും മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ഉയരുന്നതിനും ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല അറിവുകൾ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല അറിവുകൾ നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ സ്വായത്തമാക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഏതവസ്ഥയിലും തളരാത്തൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കും. ഏതവസ്ഥയിലും തളരാത്തൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അത് വേറെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ വായനയിലൂടെ മാത്രമേ വളരാൻ കഴിയുകയുള്ളൂ എന്നാണ് കേട്ടോ. വായനയിലൂടെ വളരുക കേട്ടോ. നമ്മൾ ജീവിതത്തിൽ വായിച്ച് വളരുക എന്നാണ്. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്ന ഒരറിവ് അത് നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ലെന്നാണ്. വായിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ സ്വായത്തമാക്കുന്നൊരറിവ് ആ അറിവ് നമ്മളെ വിട്ട് പെട്ടെന്ന് പോകില്ലെന്നാണ്. അതിൻ്റെ പ്രത്യേകത വായനയ്ക്കുണ്ട്. അപ്പം അതിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് ചെയ്യുക, തുടർച്ചയായിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എന്തെങ്കിലും ഷെയർ ചെയ്യുക.